ഗൈസ്, നിങ്ങളെ വെള്ളം കുടിപ്പിക്കാൻ പോകുന്ന ചോദ്യം മിറർ ഇക്വേഷൻ്റെ പ്രോബ്ലം ആയിരിക്കും. ഒരു പ്രോബ്ലം എന്തായാലും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരിക്കും. അപ്പോൾ അത് നമുക്ക് ഇന്ന് ഈ വീഡിയോയോട് കൂടി സെറ്റ് ആക്കണം. അവസാനം വരെ കാണാം. എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ ഇതിൽ ചെയ്യുന്നുണ്ട്. സോ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് മിറർ ഇക്വേഷൻ, അതായത് ദർപ്പണ സമവാക്യം എന്താണെന്നുള്ളത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും. 1/f = 1/u + 1/v. ഇതറിയാത്ത ഒരു കുട്ടി പോലും ഉണ്ടാവില്ല. പക്ഷേ പ്രോബ്ലം ചെയ്യാൻ നമുക്ക് ഇയാളെ നേരെ അപ്ലൈ ചെയ്യാൻ നമുക്ക് ഇതുപോലെ ഷോർട്ട് കട്ട്സ് ആയിട്ട് പഠിക്കേണ്ടി വരും. അതായത് ഇയാളെ സോൾവ് ചെയ്തതിന് ശേഷം f = u × v / u + v എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ട്. ഇത് പഠിക്കാൻ ഭയങ്കര സിമ്പിളാണ് അല്ലേ? യും വിയും മൾട്ടിപ്ലൈ ചെയ്യുക, താഴെ u + v ആഡ് ചെയ്യുക. ഇനി ഒരാളത് കൂടി നിങ്ങൾ പഠിക്കണം. യുവിൻ്റെ ഇക്വേഷനോ അല്ലെങ്കിൽ വിൻ്റെ ഇക്വേഷനോ പഠിച്ചാൽ മതി, മറ്റേത് ബോണസാണ്. അതെങ്ങനെയുണ്ട്? ഒന്ന് പഠിച്ചാൽ മറ്റേത് ബോണസ് അല്ലേ? നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുന്ന പരിപാടി. അപ്പോൾ നിങ്ങൾ യുവിൻ്റെ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് യുവിൻ്റെ ഇക്വേഷൻ എങ്ങനെയൊക്കെയോ ഡിറൈവ് ചെയ്തു നിങ്ങളിപ്പോൾ ലാസ്റ്റ് ടൈം മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾക്ക് അറിയുമെങ്കിൽ നല്ലത്, പക്ഷേ ഇതറിഞ്ഞാലും മതി. അപ്പോൾ എന്താണ്? v × f / v - f. അപ്പോൾ ഇത് പഠിച്ചാൽ എങ്ങനെ അത് ബോണസ് ആവുക? എടാ നോക്കടാ, ഇവിടെ യു ഉള്ള സ്ഥാനത്ത് അവിടെ വി ആവും, ഇവിടെ വി ഉള്ള സ്ഥാനത്ത് അവിടെ യു ആവും. അപ്പോൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. അതെങ്ങനെയുണ്ട്? സെറ്റ് അല്ലേ? അടിപൊളി. അപ്പോൾ u = v × f / v - f. അപ്പോൾ ഇവിടെ യു ഉള്ള സ്ഥാനത്ത് വി കൊടുക്കുക, വി ഉള്ള സ്ഥാനത്ത് യു കൊടുക്കുക. അപ്പോൾ വിൻ്റെ ഇക്വേഷൻ കിട്ടി. v = u × f / u - f. സെറ്റ് അല്ലേ? അപ്പോൾ ഈ 3 പ്രോബ്ലംസ്, ഈ 3 ഇക്വേഷൻസ് ഉപയോഗിച്ചാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടി ചില ട്രിക്സും കൂടി നിങ്ങൾക്ക് ആവശ്യമുണ്ട്. നമുക്ക് 2 ടൈപ്പ് മിറേഴ്സാണ് പഠിക്കാനുള്ളത്. 2 തരം മിറേഴ്സ്, ദർപ്പണങ്ങളാണ് പഠിക്കാനുള്ളത്. അതിൽ കോൺവെക്സിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് വരില്ല. സെറ്റല്ലേ? കോൺകേവിൻ്റെ പ്രോബ്ലംസേ നിങ്ങൾക്ക് വരാൻ പോകുന്നുള്ളൂ. ഏതാണ്ട് അങ്ങനെ തന്നെയാണ് കൊല്ലങ്ങളായിട്ട്. അതിൽ ഒരു മാറ്റവും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. 99.99 ഇത് ഡെറ്റോളുടെ പരസ്യമല്ല, കൃത്യമായിരിക്കും കേട്ടോ. സോ കോൺകേവ് ദർപ്പണവുമായി മിററുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. യുവിൻ്റെ വാല്യൂ എപ്പോഴും നെഗറ്റീവാണ്. നിങ്ങൾ പൊതുവേ നെഗറ്റീവ് ആവാറില്ലേ അല്ലേ? നമ്മൾ പൊതുവേ നെഗറ്റീവ് ഓളികളാണ്. എക്സാം വന്നാൽ അയ്യോ പേടി അല്ലേ? എന്ത് വന്നാലും നെഗറ്റീവാണ് അല്ലേ? അപ്പോൾ യു നെഗറ്റീവാണ്. യുവിൻ്റെ വാല്യൂ എപ്പോഴും നെഗറ്റീവാണ്. ഫോക്കൽ ലെങ്ത് എപ്പോഴും നെഗറ്റീവാണ്. ഉറപ്പിച്ചോ? സെറ്റാണ്. കോൺകേവിൻ്റെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവാണ്. ഇനി വിൻ്റെ വാല്യൂ റിയൽ ആണ്, യഥാർത്ഥമാണെങ്കിൽ വിൻ്റെ വാല്യൂ എന്താ? നെഗറ്റീവാണ്. ചില ആൾക്കാർ റിയൽ ആണെങ്കിൽ പോസിറ്റീവാണ്. അല്ല, റിയൽ ആണെങ്കിൽ നെഗറ്റീവാണ് വരിക. വെർച്വൽ ആണെങ്കിൽ, അതായത് മിഥ്യയാണെങ്കിൽ വിൻ്റെ വാല്യൂ പോസിറ്റീവാണ്. സെറ്റ് അല്ലേ? ഇനി ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എപ്പോഴും പോസിറ്റീവാണ്. ഇയാൾ ഭയങ്കര നന്മയോടെ പോസിറ്റീവ്, ഭയങ്കര പോസിറ്റീവ് മൈൻഡ് അല്ലേ? യെസ് യു ക്യാൻ ടൈപ്പ് ആണ് ഇയാൾ എപ്പോഴും പോസിറ്റീവാണ്. റെഡി? ഇനി ഹൈറ്റ് ഓഫ് ദ ഇമേജിൻ്റെ ഹൈറ്റ് എന്താണ്? ഇതാ ഇയാളെ നേരെ ഫോട്ടോ കോപ്പി. റിയൽ ആണെങ്കിൽ പോസിറ്റീവ് അല്ല, റിയൽ ആണെങ്കിൽ നെഗറ്റീവ്, വെർച്വൽ ആണ്, മിഥ്യയാണെങ്കിൽ പോസിറ്റീവ്. സെറ്റ് അല്ലേ? മക്കളെ ഈ സാധനം നിങ്ങൾ പഠിച്ചു വെച്ചോ, ബാക്കി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അടുത്ത് നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന മുമ്പ് ഒരാളെ കൂടി വേണം. ആവർത്തനം, അതായത് മാഗ്നിഫിക്കേഷൻ കൂടി വേണം. എന്തായിരുന്നു മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ? m = hi / ho എന്നാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ. അതിൻ്റെ കൂടെ ഒരാളും കൂടി പഠിക്കുക. ഏതാ? -v/u എന്ന് പറഞ്ഞ ഇക്വേഷൻ കൂടി നിങ്ങൾ എന്ത് ചെയ്യാം? പഠിച്ചു വെക്കാം. ഇനി ചില ട്രിക്സും കൂടി നിങ്ങൾ ഇതിൻ്റെ കൂടെ പഠിക്കണം. ഏതൊക്കെ ട്രിക്സ് പഠിച്ചോ? മാഗ്നിഫിക്കേഷൻ ആവർത്തനം എപ്പോഴെങ്കിലും പോസിറ്റീവ് ആണെങ്കിൽ അതെന്തായിരിക്കും? അവിടുത്തെ ഇമേജ് വെർച്വൽ, അതായത് മിഥ്യയായിരിക്കും. ആൻഡ് അതെന്തായിരിക്കും? നിവർന്നതായിരിക്കും. പോസിറ്റീവ് ആണെങ്കിൽ നിവർന്നതാണെങ്കിൽ എന്താണ്? വെർച്വൽ, മിഥ്യയാണ്. ആൻഡ് മാഗ്നിഫിക്കേഷൻ ആവർത്തനം എപ്പോഴും നെഗറ്റീവ് ആണെങ്കിലോ അത് റിയൽ ആണ്. പക്ഷേ എന്താണ്? അതായത് യഥാർത്ഥമാണ്, പക്ഷേ എന്തായിരിക്കും? ഇൻവേർട്ടഡാ. അപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. റിയൽ ഇമേജ്, യഥാർത്ഥ ഇമേജ് എന്താ? നിവർന്നിട്ടാണോ? അല്ല, യഥാർത്ഥ ഇമേജ് തല കീഴായിട്ടുള്ളതാണ്. ഇനി മാഗ്നിഫിക്കേഷൻ്റെ മോഡ് കാണാമെന്ന് പറയും. ഫോർ എക്സാമ്പിൾ -2ൻ്റെ മോഡ് എത്ര? -2ൻ്റെ മോഡ് കണ്ടാൽ ആ നമ്പർ മാത്രം 2 എന്ന് എഴുതിയാൽ മതി കേട്ടോ. ആ നമ്പറാണ്. ആ നമ്പർ ഒന്നിനേക്കാൾ വലുതാണെങ്കിൽ മാഗ്നിഫൈഡ്, അതായത് വസ്തുവിനേക്കാൾ വലിയ ഇമേജ് ആയിരിക്കും. ആ നമ്പർ ഒന്നിനേക്കാൾ ചെറുതാണെങ്കിൽ എന്തായിരിക്കും? ഡിമിനിഷ്ഡ്, ചെറിയ ഇമേജ് ആയിരിക്കും. വസ്തുവിനേക്കാൾ ചെറിയ ഇമേജ് ആയിരിക്കും. ഇനി എപ്പോഴെങ്കിലും 1 ഈക്വൽ ആണെങ്കിലോ സെയിം സൈസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നോക്കിക്കോ. നിങ്ങൾ ഇത് വീഡിയോ കമൻറ്റ് ചെയ്യണം. അതായത് മാഗ്നിഫിക്കേഷൻ നമുക്ക് എപ്പോഴെങ്കിലും -2.3 എന്ന് കിട്ടി. -2.3 എന്ന് കിട്ടി. ഇനി പറ സ്വഭാവങ്ങൾ നിങ്ങൾ വേഗം കമൻറ്റ് ചെയ്യും. ഇയാൾ റിയൽ ആണോ വെർച്വൽ ആണോ? വേഗം പറ. നെഗറ്റീവ് ആണെങ്കിൽ റിയൽ ആണ്. അപ്പോൾ ഇയാൾ എന്താണ്? റിയൽ ആണെങ്കിൽ എന്തായിരിക്കും? ഇൻവേർട്ടഡ് ആയിരിക്കും. ഇനി ഇയാളുടെ മാഗ്നിഫൈഡ് ആണോ ഡിമിനിഷ്ഡ് ആണോ സെയിം സൈസ് ആണോ? അപ്പോൾ ഇവിടെ മാഗ്നിറ്റ്യൂഡ് കാണുമ്പോൾ നിങ്ങൾ എന്ത് കണ്ടാൽ മതി? ആ മൈനസ് മൈൻഡ് ചെയ്യണ്ട, പ്ലസ് മൈനസ് ചെയ്യണ്ട. 2.3 എന്ന നമ്പർ മാത്രം മതി. 2.3 ഒന്നിനേക്കാൾ വലുതാണോ ചെറുതാണോ? ഒന്നിനേക്കാൾ വലുതാണ്. അപ്പോൾ ഇയാളെന്താണ്? മാഗ്നിഫൈഡാ. സെറ്റ് അല്ലേ? ഇത് ഇപ്പോൾ ക്ലിയർ ആൾക്കാർ വീഡിയോ ഒന്നൊരു പോസ് ചെയ്തിട്ട് സാറിന് ഒരു അപ്രീസിയേഷൻ നൽകി ഒരു ഗ്രീൻ ടിക്ക് ഇടുമോ? ഒരു ഗ്രീൻ ടിക്ക് വേഗം കമൻറ്റ് ചെയ്യുമോ? സാർ സെറ്റ് എന്ന് പറഞ്ഞ ഒരു ഗ്രീൻ ടിക്ക് ഹാപ്പി ആയിട്ട്. ഇനി നമുക്ക് പ്രോബ്ലത്തിലോട്ടോ. സമയങ്ങളെ നമുക്ക് വേഗം ചെയ്യല്ലേ? ക്വസ്റ്റ്യൻ നോക്ക്. When an object is placed in front of a concave mirror പ്രോബ്ലമേ വരുള്ളൂ, പേടിക്കൊന്നും വേണ്ട. കോൺവെക്സിൻ്റെ ചോദ്യങ്ങൾ തീരെ വരാറില്ല കേട്ടോ. 99.99 ഡെറ്റോളിൻ്റെ പരസ്യമല്ല, ഇത് എജുപോർട്ടിൻ്റെ വാക്കാണ് കേട്ടോ. When an object is placed in front of concave mirror of a distance 30 cm,
തന്നിരിക്കുന്ന യുവിൻ്റെ വാല്യൂ 30 സെൻറ്റിമീറ്റർ എന്നല്ല മലയാളം മീഡിയക്കാരും ക്വസ്റ്റ്യൻ വായിച്ച് 30 സെൻറ്റിമീറ്റർ അകലെ വസ്തു വെച്ചിട്ടുണ്ട്. യുവിൻ്റെ വാല്യൂ നിങ്ങളെപ്പോഴും നെഗറ്റീവ് അല്ലേ, അപ്പോൾ മൈനസ്. സെറ്റല്ലേ? എടാ നിങ്ങൾ നെഗറ്റീവ് ഓളികളല്ലേ, യു നെഗറ്റീവ് കൊടുത്തു അല്ലേ. റെഡി? എടി പോസിറ്റീവ് വൈബിൾ ആരെങ്കിലും ഉണ്ടാ എന്നെ പോലെ അല്ലേ. ആൻഡ് ഇമേജ് ഈസ് ഒബ്റ്റൈൻഡ് ഓൺ ദ സ്ക്രീൻ. എടാ മക്കളെ സ്ക്രീനിൽ ഇമേജ് കിട്ടി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. എടാ സ്ക്രീനിൽ ഇമേജ് കിട്ടിക്കഴിഞ്ഞാൽ അത് റിയൽ ഇമേജ് ആണ് കേട്ടോ. സ്ക്രീനിൽ ഇമേജ് കിട്ടിയാൽ അത് യഥാർത്ഥ ഇമേജ് ആണ്. യഥാർത്ഥ ഇമേജ് പക്ക. സ്ക്രീനിൽ ഇമേജ് കിട്ടിയോ യഥാർത്ഥ ഇമേജാണ്. അപ്പോൾ എന്താണ് അറ്റ് എ ഡിസ്റ്റൻസ് 20 സെൻറ്റിമീറ്റർ. അപ്പോൾ വീൻ്റെ വാല്യൂ 20 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു. നമ്മൾ പഠിച്ച തിയറി പ്രകാരം, നമ്മൾ പഠിച്ച ഷോർട്ട് കട്ട് പ്രകാരം വേഗം പറഞ്ഞേ. വീൻ്റെ വാല്യൂ റിയൽ ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കില്ലേ. വീൻ്റെ വാല്യൂ റിയൽ ഇമേജ് ആണെങ്കിൽ നെഗറ്റീവാണ്, യഥാർത്ഥ ഇമേജ് ആണെങ്കിൽ നെഗറ്റീവാ. അപ്പോൾ ഇയാൾ എന്താ നെഗറ്റീവാണ് കേട്ടോ. സെറ്റാണ്. നമ്മൾ എന്താ ഫോക്കൽ ലെങ്ത് ചോദിച്ചിരിക്കുന്നത്. എഫിൻ്റെ വാല്യൂ എത്രയാണ് സെറ്റ്. എങ്ങനെ കാണാൻ പറ്റും? നമ്മൾ നേരെ പഠിച്ച ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു യു ഇൻറ്റു വി ഡിവൈഡഡ് ബൈ യു പ്ലസ് വി. സെറ്റല്ലേ? ഇനി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ബ്രാക്കറ്റ് യൂസ് ചെയ്യുക. എഫ് ഈസ് ഈക്വൽ ടു ബ്രാക്കറ്റിൽ യു എഴുതാം, -30 എഴുതാം, ബ്രാക്കറ്റിൽ -20 എഴുതാം, ഡിവൈഡഡ് ബൈ യുവിന് എന്ത് ചെയ്യാം, നിങ്ങൾ കൊടുത്ത ബ്രാക്കറ്റിനെ കൊടുത്തോളൂ കേട്ടോ. ബ്രാക്കറ്റ് കൊടുത്തു, സ്റ്റെപ്പ് കൂടുതലായിരിക്കും. പ്ലസ് ഈ പ്ലസ് കൊടുത്തു. ഇനി ബ്രാക്കറ്റിൽ ആര് -20 വിയും കൊടുത്തു. സെറ്റ്. ഇനി മുകളിൽ എന്ത് ചെയ്യുക, ബ്രാക്കറ്റ് മൾട്ടിപ്ലൈ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തോളൂ. മൈനസ് ഇൻറ്റു മൈനസ്, ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്യണം. ആദ്യം നിങ്ങൾ ബ്രാക്കറ്റിൽ കൊടുക്കുക, ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 20 ഇൻറ്റു 30 600. അതൊക്കെ അറിയാലോ. ഡിവൈഡഡ് ബൈ ഇവിടെ താഴെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ -30 പ്ലസ് ഇൻറ്റു -20 അല്ലേ. ഇനി ഇതും കൂടി ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്തേ. പ്ലസ് 600 മുകളിൽ ഒന്നും ചെയ്യണ്ട, വെയിറ്റ്, അടുത്ത സ്റ്റെപ്പിൽ ചെയ്താൽ മതി കേട്ടോ. -30 കൊടുക്കാനുണ്ട്, -20 കൂടി കൊടുക്കാനുണ്ട്, 30 കൊടുക്കാനുണ്ട്, 20 കൊടുക്കാനുണ്ട്, ടോട്ടൽ 50 നിങ്ങൾ അല്ലേ ഫ്രണ്ട്സിന് കൊടുക്കാനുണ്ട് അല്ലേ. അപ്പോൾ -50 ആണ്. -50. അടുത്ത സ്റ്റെപ്പ് എന്താ അറിയോ, പ്ലസ് ഡിവൈഡഡ് ബൈ മൈനസ്. ചിഹ്നങ്ങൾ തമ്മിൽ ഡിവൈഡ് ചെയ്യാം. പ്ലസ് ബൈ മൈനസ് വരും. 0 വെട്ടി 60/5 12. യൂണിറ്റ് എഴുതിയില്ലെങ്കിൽ 1/2 മാർക്ക് പോകും. കാരണം നിങ്ങൾ കണ്ട എന്താ, ഫോക്കൽ ലെങ്ത്തിൻ്റെ യൂണിറ്റ് എന്താണ്, സെൻറ്റിമീറ്റർ ആണ് അല്ലേ. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന സെൻറ്റിമീറ്റർ അല്ലേ. സെറ്റ് അല്ലേ? എത്ര പേർക്ക് സാറ് പറഞ്ഞ് മനസ്സിലായി? വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തേ, ഒന്ന് സ്വയം ഒന്ന് ഒരു ഗ്രീൻ ടിക്കറ്റ് അപ്രീഷിയേറ്റ് ചെയ്തേ. സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺകേവ് മിറർ ഓഫ് ഫോക്കൽ ലെങ്ത് എത്ര, 40 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. 40 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു. സെറ്റ് അല്ലേ? അങ്ങനെയാണ് പറയടാ. എപ്പോഴും ഈ എഫ് കോൺകേവ് അല്ലേ, ഞാൻ പറഞ്ഞു കോൺകേവ് ആണ്. അത് ഞാൻ പറഞ്ഞു ഡെറ്റോളുടെ പരസ്യമല്ല, എന്താണ് എജുപോണ്ട വാക്കാണ്. കോൺകേവ് വരുള്ളൂ. ഫോക്കൽ ലെങ്ത് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. റെഡി? അറ്റ് എ ഡിസ്റ്റൻസ് 20 സെൻറ്റിമീറ്റർ. യുവിൻ്റെ വാല്യൂ 20 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു. എടാ പറയടാ, നിങ്ങൾ നെഗറ്റീവ് ഓളികളല്ലേ, യു നെഗറ്റീവ് ആണ്. സെറ്റ്. ഫൈൻഡ് ദ പൊസിഷൻ ആൻഡ് നാച്ചർ. പൊസിഷൻ എന്ന് പറഞ്ഞാൽ വി കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. നാച്ചർ നമുക്ക് കാണാൻ പറ്റും. എങ്ങനെ കാണാൻ പറ്റും? ബാക്കി പറ. വിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? വി ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ ഓർത്തെ ഒന്ന് വീഡിയോ പോസ് ചെയ്ത് ഒന്ന് കമന്റ് ചെയ്തേ. എന്തായിരുന്നു ഇക്വേഷൻ? യു ഇൻറ്റു എഫ് ഡിവൈഡഡ് ബൈ യു മൈനസ് എഫ് എന്നായിരുന്നു ഇക്വേഷൻ. യെസ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. ആദ്യത്തെ സ്റ്റെപ്പ് ബ്രാക്കറ്റിൽ മൾട്ടിപ്ലൈ അല്ലേ. യുവിന് എന്ത് ചെയ്യുക, ബ്രാക്കറ്റിൽ എടുക്കാം. -20 ഇൻറ്റു പിന്നെ എഫിൻ്റെ വാല്യൂ എത്ര, -40 ഡിവൈഡഡ് ബൈ യുവിൻ്റെ വാല്യൂ എത്ര, -20 അതും ബ്രാക്കറ്റിൽ എടുക്കുക. ഈ മൈനസ് നടുവിലുള്ള മൈനസ്, ഇനി മൈനസിൽ ആര്, എഫ് -40. സെറ്റാണോ? ഇനി അടുത്ത സ്റ്റെപ്പ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 20 ഇൻറ്റു 40 800 ഓൾ ഡിവൈഡഡ് ബൈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തോ. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ മൈനസ് തന്നെ. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് പ്ലസ് 40. ഇനി പറടാ, ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്തേ. വി ഈസ് ഈക്വൽ ടു പ്ലസ് 800 അവിടെ തന്നെ, പ്ലസ് 800 അവിടെ തന്നെ കേട്ടോ, പ്ലസ് 800 അവിടെ തന്നെ. ഓൾ ഡിവൈഡഡ് ബൈ 20 കൊടുക്കാനുണ്ട്, 40 കിട്ടാനുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര, നമുക്ക് 20 കിട്ടാനുണ്ട് അല്ലേ. അപ്പോൾ പ്ലസ് 20. സെറ്റ് അല്ലേ? 0 കട്ട് ചെയ്തു. സോ വീൻ്റെ വാല്യൂ 80/2 എന്ന് പറഞ്ഞാൽ 40 ആണ്. അതിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്റർ ആണ്. പ്ലസ് ബൈ പ്ലസ് ചെയ്യണ്ടേ, അപ്പോൾ പ്ലസ് ആയിരിക്കും കേട്ടോ. ഈ പ്ലസ് ഇടണം. പ്ലസ് 40 എത്ര പേർക്ക് സ്വന്തമായിട്ട് കിട്ടി? വീഡിയോ പോസ് ചെയ്തിട്ട് വീണ്ടും ഒരു ഗ്രീൻ ടിക്കറ്റ് കേട്ടോ. സെറ്റ് അല്ലേ? ഇനി ഒരു കാര്യം കൂടി, നാച്ചുർ കാണാൻ പറഞ്ഞിട്ടുണ്ട്. എടാ വീൻ്റെ വാല്യൂ പ്ലസ് ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് വീൻ്റെ വാല്യൂ പ്ലസ് ആണെങ്കിൽ, പോസിറ്റീവ് ആണെങ്കിൽ എന്താ നമ്മൾ പറഞ്ഞത്, വീൻ്റെ വാല്യൂ പ്ലസ് ആണെങ്കിൽ അതിനല്ലേ ട്രിക്ക്. വീൻ്റെ വാല്യൂ പ്ലസ് ആണെങ്കിൽ അയാൾ വെർച്വൽ ആണ്. അയാൾ എന്താണ്, വെർച്വൽ ആണ് കേട്ടോ. അയാൾ എന്താണ്, ക്വസ്റ്റ്യൻ മാറിപ്പോയി. അയാൾ എന്താണ്, വെർച്വൽ ആണ് കേട്ടോ. അയാൾ എന്താണ്, വെർച്വൽ, അതായത് മിഥ്യയാണ്. എടാ വെർച്വൽ ആണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും, മിഥ്യയാണെങ്കിൽ. വെർച്വൽ ആണെങ്കിൽ എപ്പോഴും ഇറക്റ്റ് ഇമേജ്, നിവർന്നുള്ള ഇമേജ് കേട്ടോ. ഇറക്റ്റ് അതായത് നിവർന്ന ഇമേജ് ആണ് ഉണ്ടാക്കുക. സെറ്റ് അല്ലേ? ഇനി മാഗ്നിഫിക്കേഷൻ വേണമെങ്കിൽ, നാച്ചുർ എന്ന് പറഞ്ഞാൽ ഇതാണ്, പക്ഷേ മാഗ്നിഫിക്കേഷൻ കൂടി നിങ്ങൾ കാണാം. മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ -v/u. അപ്പോൾ മാഗ്നിഫിക്കേഷൻ മൈനസ്, ഈ മൈനസ് ഇക്വേഷനുള്ള മൈനസാണ്. വീൻ്റെ വാല്യൂ എത്ര, വീൻ്റെ വാല്യൂ 40. 40 ഡിവൈഡഡ് ബൈ യുവിൻ്റെ വാല്യൂ എത്ര,
-20 അല്ലേ, -20. അപ്പം -20 സെറ്റല്ലേ. മൈനസും മൈനസും വെട്ടിപ്പോയി. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ എന്ത് കിട്ടും? എമ്മിൻ്റെ വാല്യൂ 0 0 വെട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 4/2 എന്ന് പറഞ്ഞാൽ 2 എന്ന് വരും അല്ലേ. ചിഹ്നം എന്താണ്? പ്ലസ് ആണ്. സെറ്റല്ലേ. അപ്പോൾ നിങ്ങൾ പറ, ഇതിൻ്റെ ആവർധനം മാഗ്നിഫിക്കേഷൻ 2ആണ്. ആ 2 1 വലുതല്ലേ? അങ്ങനെയാണെങ്കിൽ ഇയാളെന്താ? മാഗ്നിഫൈഡ് ആണ്. ഇയാളെന്താണ്? മാഗ്നിഫൈഡ് ആണ്, അതായത് വലിയ ഇമേജ് ആണ്. സെറ്റ് അല്ലേ മക്കളെ? ഹാപ്പി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ഇത് നിങ്ങൾ വേഗം വീഡിയോ പോസ്റ്റ് ചെയ്ത് പ്രോബ്ലം ചെയ്തോ. ഉത്തരം കിട്ടിയാൽ നിങ്ങൾ വേഗം കമൻറ്റ് ചെയ്യട്ടോ. കമൻറ്റ് ചെയ്യാൻ മറന്നുപോയത് കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പ്രോബ്ലം ചെയ്യാം. സാറ് കിട്ടാത്തവർക്കും നിങ്ങൾക്ക് ഹെൽപ്പിന് വേണ്ടി ചെയ്യാം. പിന്നെ ഒബ്ജക്റ്റ് ഓഫ് ഹൈറ്റ് 6 സെൻറ്റിമീറ്റർ, വസ്തുവിൻ്റെ ഉയരം HO 6 സെൻറ്റിമീറ്റർ, അതെപ്പോഴും പോസിറ്റീവാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവാന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അതെപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവാണ്. സെറ്റ്. കോൺകേവ് മിറർ ഉറപ്പാണ് കോൺകേവ് വരുള്ളൂ കേട്ടോ. ഡിസ്റ്റൻസ് 10 സെൻറ്റിമീറ്റർ. അപ്പോൾ യുവിൻ്റെ വാല്യൂ എത്ര? 10 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ എന്താ? മൈനസ് യു എപ്പോഴും എന്തായിരിക്കും? യു എന്തായിരിക്കും? എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. നിങ്ങൾ നെഗറ്റീവ് വിളിക്കല്ലേ. ആൻ ഇമേജ് ഈസ് ഒബ്റ്റൈൻഡ് 16 സെൻറ്റിമീറ്റർ വേ. അപ്പോൾ വിൻ്റെ വാല്യൂ എത്ര? 16 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ നെഗറ്റീവോ പോസിറ്റീവോ ഒന്നും പറയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ നെഗറ്റീവ് എന്നോ പോസിറ്റീവ് ഒന്നും പറയാനായിട്ടില്ല. ബാക്കിയും കൂടി വായിച്ചു നോക്കുക. ഓൺ ദ സെയിം സൈഡ്, സെയിം വശത്ത് മക്കളെ, സെയിം സൈഡിലാണ് കിട്ടിയെങ്കിൽ, സെയിം സൈഡിലാണോ വസ്തുവിൻ്റെ അതേ സെയിം സൈഡിലാണ് കിട്ടിയെങ്കിൽ വി എന്താ അറിയോ? വി നെഗറ്റീവാണ്, അതായത് റിയൽ ആണ് കേട്ടോ. ഓർത്ത് വെച്ചോ. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ആണെങ്കിലോ നിങ്ങളോട് അങ്ങനെ പറയണം. ഓപ്പോസിറ്റ് സൈഡ് ആണെങ്കിലും വിൻ്റെ വാല്യൂ എന്തായിരിക്കും? പോസിറ്റീവ് കേട്ടോ. അപ്പോൾ അതെന്തായിരിക്കും? വെർച്വൽ. അതൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. അതൊന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ ഈ കേസിൽ വിൻ്റെ വാല്യൂ എന്താ? സെയിം സൈഡ് അല്ലേ, ഒരേ വശത്തല്ലേ. അപ്പോൾ എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. നമ്മൾ ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ്. ഹൈറ്റ് ഓഫ് ദ ഇമേജ് HI എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ മാഗ്നിഫിക്കേഷൻ, ആവർധനം എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. രണ്ടും കാണാം നമുക്ക്. ആദ്യം എന്ത് ചെയ്യാം? ആവർധനം കാണാം. മാഗ്നിഫിക്കേഷൻ M = -V/U. വേഗം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യടാ. എമ്മിൻ്റെ വാല്യൂ എത്ര? മൈനസ്. അത് ഇക്വേഷനുള്ള മൈനസാണ്. വിൻ്റെ വാല്യൂ എത്ര? മൈനസ്. അത് വേറെ തന്നെ കേട്ടോ. -1.6 അല്ലേ, 16 അല്ലേ, 16 ഡിവൈഡഡ് ബൈ യുവിൻ്റെ വാല്യൂ എത്ര? യുവിൻ്റെ വാല്യൂ -10. 3 മൈനസ് ഉണ്ട്. അപ്പോൾ 2 മൈനസുകൾ തമ്മിൽ എന്ത് ചെയ്യും? കട്ടായി പോയിട്ട് അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നെഗറ്റീവ് അത് പോസിറ്റീവ് വെക്കും. സ്റ്റിൽ ഒരു മൈനസ് ബാക്കിയുണ്ട്. അപ്പോൾ എന്താവും? ഫൈനൽ ആൻസറിൽ മൈനസ് ഉണ്ടാവും. 16/10 എന്ന് പറഞ്ഞാൽ 1.6 ആണ്. യൂണിറ്റ് ഉണ്ടാവും? ഇല്ല. ഇവിടെ ഒരു മൈനസ് ബാക്കിയുള്ളതുകൊണ്ട് ഇവിടെ മൈനസും വന്നു. യൂണിറ്റ് ഉണ്ടാവില്ല, മാഗ്നിഫിക്കേഷൻ യൂണിറ്റ് ഉണ്ടാവില്ല. ഇനി നമ്മളോട് എന്താ ചോദിച്ചത്? അപ്പോൾ മാഗ്നിഫിക്കേഷൻ കണ്ടു. ഇനി ഹൈറ്റ് ഓഫ് ദ ഇമേജ് കാണണം. അതിനെന്താ വേണ്ടിയത്? മാഗ്നിഫിക്കേഷൻ = HI/HO or HI = ഇയാളങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. M × HO എന്ന് വരും അല്ലേ. HO. അപ്പോൾ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യോ. മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ എത്ര? മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ -1.6 × HO. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എത്ര? 6 സെൻറ്റിമീറ്റർ ആണ്. 6 ആണല്ലേ. അങ്ങനെയാണെങ്കിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ എത്ര? വേഗം കമൻറ്റ് ചെയ്തടാ. ആൻസർ എത്ര? നിങ്ങൾ കമൻറ്റ് ചെയ്യും, ഞാൻ നിങ്ങൾക്ക് വിട്ടുതന്നു അല്ലേ. ആൻഡ് ഫൈനൽ ആൻസർ എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. അതിനൊരു കാരണം കൂടിയുണ്ട്. എന്തായിരിക്കും അറിയോ? ഹൈറ്റ് ഓഫ് ദ ഇമേജ് നെഗറ്റീവ് ആയിരിക്കും. അത് ഉറപ്പാണ് കിട്ടും. കാരണം നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഹൈറ്റ് ഓഫ് ദ ഇമേജ് റിയൽ ആണെങ്കിൽ നെഗറ്റീവ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. റിയൽ ഇമേജ് ആണെങ്കിൽ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ക്വസ്റ്റ്യനിൽ നമുക്ക് വ്യക്തമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴേ നമുക്ക് വ്യക്തമായിട്ട് എന്താണ്? സെയിം സൈഡിലാണ്. അപ്പോൾ നെഗറ്റീവ് ആണ്, റിയൽ ഇമേജ് ആണ് നമുക്ക് വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ആൻസറിൽ നെഗറ്റീവ് തന്നെ കിട്ടണം. ഇൻ കേസ് പോസിറ്റീവ് കിട്ടിയാലോ? തെറ്റാണ്. ആൻസർ കമൻറ്റ് ചെയ്യാം കേട്ടോ. സെറ്റ് റെഡി. അപ്പോൾ ബൈ. അടുത്ത നമുക്ക് ലെൻസ് ഇക്വേഷൻ്റെ വീഡിയോ ആയിട്ട് കാണാം.